അത് ഞാൻ 164 സ്റ്റേറ്റ്മെന്റ് ബിജു രമേശിന്റെ അത് കോടതിയിലെ റെക്കോർഡിൽ ഇന്നും ഉണ്ടാവുമല്ലോ. അത് ആർക്കും വാങ്ങിച്ചു നോക്കാവുന്നേ ഉള്ളൂ. കെ മാണി വാങ്ങിച്ച പൈസയെ പറ്റിയും കെ ബാബു വാങ്ങിച്ച പൈസയെ പറ്റിയൊക്കെ ബിജു രമേശ് 164 സ്റ്റേറ്റ്മെന്റ് മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊടുത്തിട്ടുണ്ടല്ലോ. ഈ ഇത്രയും സ്ട്രോങ് ആയിട്ട് ശക്തിയായിട്ടും നന്നായിട്ടും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിനോട് മുട്ടിയിട്ട് ഒരു കാര്യമില്ല. അതിനൊരു ഞാൻ പോയിട്ട് എവിടെയെങ്കിലും സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാമെന്ന് ചിന്തിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഇന്ത്യയിലുള്ളതുകൊണ്ട് തീർച്ചയായും അതാണ് സംഭവം. വളരെ ശുഭാപ്തി വിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. കേരളത്തിന് ആവശ്യമുള്ളൊരു വികസനമാണ് അത്. ടൂറിസവും ഒക്കെ തൊഴിൽ നൽകുന്ന കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. അത് ഞാൻ അംഗീകരിക്കത്തില്ല. കാരണം അന്നത്തെ ബാർ കേസിൽ ബാർ അസോസിയേഷൻ്റെ ഒരു മിനിറ്റ്സ് ബുക്കുണ്ട്. അപ്പോൾ ഈ ബാറിൻ്റെ ഭാരവാഹികൾ അവർ മീറ്റിംഗ് കൂടുമല്ലോ മാസത്തിലൊന്നും, അങ്ങനെ കൂടും. അപ്പോൾ അതിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്യും. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള, അന്ന് പരിസ്ഥിതിയെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് എനിക്ക് വളരെ വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ അഴിമതിക്കെതിരായിരുന്നു അദ്ദേഹം. വളരെ ശുദ്ധമായ നല്ലതായ ഒരു ഭരണം വേണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു. അന്നയുടെ രാമവർമ്മ ക്ലബ്ബ് റെയ്ഡൊക്കെ നടത്തി കഴിയുമ്പോഴത്തേനും ഇവിടെയുള്ള കുറേ വലിയ വലിയ ദൈവന്മാരെല്ലാം കൂടെ അദ്ദേഹത്തിന് അടുത്ത് പോയി ഇദ്ദേഹത്തെ ഇപ്പം മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെയാണല്ലോ നോർമലി. അപ്പം പുള്ളി പറഞ്ഞു പുള്ളി ചെയ്തത് നല്ല കാര്യമാണ്, നിങ്ങളവിടെ മദ്യപാനവും ചീട്ടുകളിയൊക്കെ ആയിരുന്നല്ലോ. നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രഹിക്കുകയും അതുപോലെ തന്നെ ചെയ്തും തരുന്ന വളരെ നല്ല എനിക്ക് ഇഷ്ടമുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു അത്. പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ എനിക്കൊരു പ്രശ്നമുണ്ടായി. അപ്പോൾ ഞാൻ നേരിട്ട് അത് അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കുറച്ച് വരാൻ പറഞ്ഞു. ക്ലിഫ് ഹൗസിൽ ചെന്നു. അപ്പോൾ തന്നെ അതെ, കേരളത്തിൽ വിട്ട് നമ്മൾ അല്പം ദേശീയയിലേക്ക് പോവുക. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, ഭരണ സംവിധാനങ്ങൾ, രാജ്യാന്തര പ്രവർത്തനങ്ങൾ, സാറ് രാജ്യാന്തര മേഖലയിൽ പ്രവർത്തിക്കാനും എഴുതാനൊക്കെ സാധിച്ചിട്ടുണ്ട്. സാർ എങ്ങനെയാണ് നമ്മുടെ ദേശീയ ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി, മറ്റ് മന്ത്രിമാർ, വകുപ്പുകൾ, പ്രവർത്തനങ്ങളെയൊക്കെ കാണുന്നത്? നമ്മുടെ ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത് 2014 12 വർഷമായി. ഇതേ സമയത്ത് 2016 മുതൽ ദീർഘകാലം 10 വർഷം കേരളത്തിലും ഒരു ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും മന്ത്രിമാരും തത്തുല്യമായിട്ട് നമ്മൾ കാണാൻ പറ്റും 10 വർഷമായിട്ട്. അപ്പം 2016 മുതൽ കേന്ദ്രത്തിൻ്റെ 2026 വരെയുള്ള 10 വർഷത്തെ ഭരണവും അവിടുത്തെ മന്ത്രിമാരും അവിടുത്തെ പ്രധാനമന്ത്രിയും, കേരളത്തിലെ 2016 മുതൽ ഇവിടുത്തെ മുഖ്യമന്ത്രിയും ഇവിടുത്തെ മന്ത്രിമാരും ഇവിടുത്തെ ഭരണവും തമ്മിൽ നമ്മളൊന്ന് താരതമ്യം ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളിലാണ്? ഒന്ന്, ദിശാബോധം. 2, ആ നാടിൻ്റെ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു പ്രദേശത്തിൻ്റെ, ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റാണ്, ഇന്ത്യ മൊത്തമാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാണ്. കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ ആ ഭൂപ്രകൃതി, അവിടുത്തെ ആൾക്കാരും അവരുടെ വളർച്ച, അവിടുത്തെ ലോ ആൻഡ് ഓർഡർ, അവരുടെ ഒരു ഐഡൻറ്റിറ്റി, ഒരു അഭിമാനം, ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 10 വർഷം ഒരേ പീരീഡ്. ഒന്ന് കേരളം എന്ന് പറഞ്ഞൊരു പ്രദേശം, മറ്റേത് ഇന്ത്യ എന്ന് ഇത് സംവിധാനമൊക്കെ ഒന്നാണല്ലോ. ഒരു മുഖ്യമന്ത്രി, മന്ത്രിമാർ, അവിടെ പ്രധാനമന്ത്രി, മന്ത്രിമാർ, വകുപ്പുകൾ, IAS ഉദ്യോഗസ്ഥർ, IPS ഉദ്യോഗസ്ഥർ അവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ ഇതൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏതായിരിക്കും മെച്ചം? സാറിൻ്റെ അഭിപ്രായം? എൻ്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും പിണറായി വിജയൻ്റെ കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ 5 ലക്ഷത്തിലധികം വൈറ്റ് പേപ്പർ ഇപ്പം ഈ പുതിയ ഗവൺമെൻറ് കൊണ്ടുവന്നില്ലേ. ഈ 1 ലക്ഷത്തിൻ്റെ അടുത്ത് കടത്തുന്ന 5 ലക്ഷം കടവാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അതൊരു അഭിമാനത്തിന്റെ കാര്യമല്ലല്ലോ. പ്രതിപക്ഷ നേതാവ് വേറൊന്നും കൊണ്ടുവരാൻ പോകുന്ന കേട്ടു. എന്തോ അല്ല, പ്രതിപക്ഷ നേതാവ് അതിന് മറുവശം ഒരു പത്രം. അല്ല, കേന്ദ്രത്തിലെ ഒരു പ്രതിപക്ഷ നേതാവ് ഈ രാജ്യത്ത് പോലും ഇല്ല. കേന്ദ്രത്തിലെ പ്രതിപക്ഷ നേതാവ് ഇതുപോലെ ഒരു വൈറ്റ് പേപ്പർ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ആക്കി എന്നുള്ളത്, ഇതുപോലെ വൈറ്റ് പേപ്പർ ഇതുവരെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അടുത്തത്, ഇവിടുത്തെ PSC നിയമനങ്ങൾ മുഴുവൻ തട്ടിപ്പായിരുന്നു എന്നുള്ള പരാതികളുടെ ഒരു പ്രളയമാണ് ഈ കഴിഞ്ഞ 2 മാസമായിട്ട്. PSC തട്ടിപ്പ്. PSC എന്ന് പറയുന്നത് ഹൈക്കോടതി ജഡ്ജിക്ക് തത്തുല്യമായ പദവിയുള്ള 21 അംഗങ്ങൾ, ഏറ്റവും കൂടുതൽ ശമ്പളമുള്ള 4 ലക്ഷത്തിന്. അപ്പോൾ അവർക്ക് വേറെ ചിന്തിക്കണ്ടല്ലോ. അതെ, ഏറ്റവും അധികം PSC ഹൈക്കോടതി ജഡ്ജിക്ക് തത്തുല്യമായ പദവി കൊടുത്തിരിക്കുന്നത് എന്താണ്? അത്രയും ജുഡീഷ്യസ് ആയിട്ട് ഫെയർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണുള്ള പദവി കൊടുക്കുന്നത്. അല്ല ചുമ്മാ അല്ല ഹൈക്കോടതി ജഡ്ജിക്ക് അല്ലെങ്കിൽ ഒരു മന്ത്രിക്ക് തത്തുല്യമായ പദവി അല്ല കൊടുത്തേ. ഹൈക്കോടതി ജഡ്ജിക്ക് തത്തുല്യമായ പദവി PSC മെമ്പർക്ക് കൊടുത്തിരിക്കുന്നതും ഭരണഘടനാ സ്ഥാപനമാണ് എന്നുള്ള പേരും ഒക്കെ കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ ഫെയർ, ജസ്റ്റ്, ജുഡീഷ്യസ് ഒക്കെ ആയിട്ട് ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ ഈ തൊഴിൽ സർക്കാർ മേഖലയിലെ തൊഴിൽ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു
പരാതികൾ നൽകാൻ കൊടുക്കാൻ വേണ്ടി. പക്ഷേ എന്താണ് കഴിഞ്ഞ 10 വർഷം നടന്നതെന്നുള്ളത് അവരുടെ ഭരണം കഴിഞ്ഞപ്പോൾ ഇപ്പം പരാതികൾ എത്രയാണ്, പരാതികളാണ്. പേഴ്സണൽ സർവീസ് കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പരമ്പരകൾ മാധ്യമങ്ങൾ മുന്നോട്ട് കൊണ്ടുവരിക. അതെ, പാർട്ടിക്ക് ഇടം കൊടുത്ത അങ്ങനെ ഇതിന് തത്തുല്യമായത് കേന്ദ്രത്തിലുണ്ട്. UPSC എന്ന് പറയും. UPSCയിലെ അവിടുത്തെ അംഗങ്ങൾ, ഇത്ര അംഗങ്ങളൊന്നുമില്ല, അവിടെ നടത്തിയ സിവിൽ സർവീസ് പരീക്ഷ, അങ്ങനെ കുറേ പരീക്ഷ നടത്തുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും പരാതി ഉണ്ടോ? നീറ്റ് പ്രശ്നം ഉണ്ടായി. നീറ്റ് വേറെ അല്ലല്ലോ, ഞാൻ പറഞ്ഞു ഇതിന് PSCക്ക് തത്തുല്യമായിട്ടുള്ളത് UPSC ആണ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. അവിടെ അങ്ങനെ ഇല്ലല്ലോ. ഇനി അടുത്തത് മയക്കുമരുന്ന് എന്ന് പറയുന്നത് ഈ സർക്കാർ വന്നിട്ട് തുടങ്ങിയ ഒരു പരിപാടി, തൂഫാന്. എന്താ ടൺ കണക്കിന് ഈ സാധനങ്ങൾ പിടിക്കുന്നില്ലേ? ഇവിടെ ഒരു സ്ഥലം പെരുമ്പാവൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തുനിന്ന് തന്നെ 18 കോടിയുടെ മറ്റോ കഞ്ചാവ് പിടിച്ചിരിക്കുന്നത്. MDMA എന്ന് പറയുന്നത് ഇവിടെയുള്ള എല്ലാവരെയും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലായിടത്തും അവൈലബിൾ ആണ്. ഈ കഴിഞ്ഞ 1.5 മാസം ഉണ്ടായതല്ലല്ലോ, ഇത് കഴിഞ്ഞ 10 വർഷം എന്നിട്ട് നമ്മളിങ്ങനെ ഒരു ഓടി നടക്കുന്ന പോലീസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഇതേ പിടിച്ചുകൊണ്ടിരിക്കുന്ന പോലീസും എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇല്ലാത്ത എന്തായിരുന്നു? ആഭ്യന്തരമന്ത്രിയുടെ ഒരു നയം, ഇത് പാടില്ല, ഇത് നമ്മൾ വെച്ച് ഉറപ്പിക്കത്തില്ല, പ്രധാനമന്ത്രി. അപ്പോൾ ഇവിടുത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു, ഈ 10 വർഷക്കാലം കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതിൻ്റെ ഒരു ഭരണം, സർക്കാർ ഭരണം, കേന്ദ്രത്തിന്റെ പ്രധാനമന്ത്രിയും മന്ത്രിമാരും അതിന്റെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണവും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഏതാണ് നല്ലതെന്നുള്ള വളരെ വ്യക്തമല്ലേ? കേന്ദ്ര പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ ഒരു നല്ല സൗഹൃദം, അത് കോൺഗ്രസിനെ ക്ഷയിപ്പിക്കാൻ CPM-നെ വളർത്തുക, സഹായിക്കുക എന്നുള്ള കാഴ്ചപ്പാടെടുത്തു എന്നൊക്കെ വിശകലനം നടത്തുന്നവരുണ്ട്. വേണമെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഉണ്ടായിരുന്ന അന്വേഷണങ്ങൾ, കേരളത്തിലുണ്ടായ ആരോപണങ്ങൾ പലതും വന്നായിരുന്നു, പേര് ഞാൻ പറയുന്നില്ല. അപ്പോഴൊക്കെ കേന്ദ്ര ഗവൺമെൻറ് അതിനോടൊരു ഒരു സ്നേഹ സൗഹാർദ്ദം പുലർത്തി അദ്ദേഹത്തെ സംരക്ഷിക്കുകയായിരുന്നു എന്ന ഒരു വിശകലനമുണ്ട്. അത് ഒരു നയപരമായ അല്ലെങ്കിൽ ഒരു പ്രാക്ടീസിൻ്റെ ഒരു കാര്യമുണ്ട്. പണ്ട് കോൺഗ്രസിൻ്റെ ഇന്ദിരാഗാന്ധിയോ അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയൊക്കെ ഭരിച്ചിരുന്ന സമയത്ത് അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു സർക്കാരുണ്ടെങ്കിൽ ഉടനെ കേന്ദ്രഭരണം പ്രഖ്യാപിക്കും. എത്രയോ കേന്ദ്രഭരണ പ്രഖ്യാപനങ്ങൾ നമ്മുടെ കേരളം തന്നെ ആദ്യത്തെ EMS സർക്കാരിനെ തന്നെ 2 വർഷത്തിനുള്ളിൽ പിരിച്ചുവിട്ടില്ലേ? അന്ന് ഭരിച്ചിരുന്നത് ജവഹർലാൽ കോൺഗ്രസിന്റെ ഭരണമാണ്. അപ്പോൾ കോൺഗ്രസ് ഭരണകാലത്ത് അവരുടെ നയം എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉടനെ ആ മുഖ്യമന്ത്രി ഭരണം പറഞ്ഞുവിടും. കേരളത്തിൽ തന്നെ ചില മന്ത്രിസഭകളൊക്കെ 1 മാസം 4 മാസമൊക്കെ ഇരുന്നിട്ടുള്ള ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിരിച്ചുവിടുന്ന പരിപാടികൾ ആ സമയത്തുണ്ടായിരുന്നു. പക്ഷേ ഈ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം അങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കാണിക്കുന്ന കുറേ പിരിച്ചുവിടേണ്ടതിൻ്റെ അതിൻ്റെ അപ്പുറം കാര്യങ്ങൾ പല സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും എല്ലാം ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്നാൽ പിരിച്ചുവിടുന്നില്ല. കാരണം ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ട ജനാധിപത്യത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു കക്ഷികളാണ്. 5 വർഷത്തേക്ക് തിരഞ്ഞെടുത്തതാണ്. ആ ഒരു 5 വർഷം പറയുമ്പോൾ ജനങ്ങൾ ചോദിക്കട്ടെ എന്നുള്ള ജനാധിപത്യ ഒരു സമീപനമാണ് BJP എടുക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഈ സംഭവിക്കുന്നത്. ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന സർക്കാരുകൾക്ക് സൗകര്യവും സമയവും സമ്പത്തും കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. അതുകൊണ്ടല്ലേ നമ്മൾ ഇപ്പോൾ അടുത്ത കാലത്ത് കോൺട്രവേഴ്സിയായ PM ശ്രീയിൽ ഒപ്പിട്ടോ ഇല്ലയോ എന്നുള്ള ഒരു കോൺട്രവേഴ്സി തന്നെ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് പൈസ വേണം, അപ്പോൾ അതുകൊണ്ട് പൈസ കൊടുത്തിട്ടില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? കേന്ദ്രത്തിൽ നിന്ന് പൈസ തരുന്നില്ല എന്നാലും പറയുന്നില്ലല്ലോ. അതെ, കിട്ടിയെന്നാ പറയുന്നത്. അപ്പം കേന്ദ്രം എല്ലാ സംസ്ഥാനങ്ങൾക്കും ജനാധിപത്യപരമായിട്ടും അതുപോലെ ഫിനാൻസ് കമ്മീഷൻ അങ്ങനെ പല എങ്ങനെ ഡിവൈഡ് ചെയ്യേണ്ടതെന്നുള്ള അതനുസരിച്ച് വളരെ മാതൃകയോടെയാണ് ശക്തമായിട്ടാണ് ഭരിക്കുന്നത്. ജനാധിപത്യ മര്യാദയോടുകൂടിയും ആ ഒരു ജനാധിപത്യത്തിന്റെ എല്ലാ അന്തസ്സത്തെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് കേന്ദ്രം ഭരിക്കുന്നത്. ബംഗാളിൽ ജയിച്ച മമതയുടെ പാർട്ടിയെ ശിഥിലമാക്കി അവരെല്ലാം പാർട്ടി വിട്ട് മമത ഒറ്റയ്ക്കായി മാറി. അതിൽ BJPക്ക് പങ്കില്ലേ? ഈ പാർട്ടിയെ ശിഥിലമാക്കി എന്ന് നമ്മൾ ആരോപണങ്ങൾ കേരളത്തിലിരുന്ന് നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ ഇതുപോലെ കോൺഗ്രസ് 62 63 MLA-മാരുമായിട്ട് ജയിച്ചിട്ടുണ്ടല്ലോ. ഈ ജയിച്ച ഓരോ MLA-മാരെ നമ്മളൊന്ന് ചിന്തിക്കുക. ആ MLA-മാർ നമ്മളൊരു ചാക്കുമായിട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് കയറുമോ?
നമ്മൾ കേരളത്തിൻ്റെ കാര്യം MLA എന്ന് പറയുന്ന ഒരാൾ 50,000 60,000 70,000 ഒക്കെ വോട്ട് കിട്ടിയിട്ട് ജയിക്കുന്ന ഒരാൾ, ആരെങ്കിലും ഒരാൾ ചാക്കുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അതിനകത്തേക്ക് കയറുന്ന ആളാണ് കേരളത്തിലെ ഏത് MLA എങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ അതിനെക്കുറിച്ചും പറയാമെന്നില്ല, പറ്റില്ല. അപ്പം നമ്മൾ ബംഗാളി ഇങ്ങനെ ജയിച്ച ഒരു MLA ആരെങ്കിലും ചാക്കുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ കയറി കൊടുത്തു നമ്മൾ അങ്ങനെ പറയുന്നത് അതേപോലെ ആരോപണം ഈ പറയുന്നത് ഇങ്ങനെ ഈ പാർട്ടിയെ പൊളിച്ചു നിർത്തുന്നത്. അങ്ങനെയൊക്കെ നമ്മൾ കേരളത്തിൽ നോക്കും, ഏത് MLA ഈ ചാക്കുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അതിനകത്ത് കയറി ഇവിടെ ഭയപ്പെടുത്തുന്നുണ്ടോ? എന്തോ പാർട്ടികളും മുന്നണികളും ഒക്കെയുള്ള പ്രചരണം ഞാൻ സൂചിപ്പിക്കുന്നത്. നമ്മൾ അത് വിട്ട് കേരളത്തിലെ ഒരു MLA പേടിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ചാക്കുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ കയറുമോ? കോൺഗ്രസിൻ്റെ ഒരു MLA കയറുമോ? അപ്പോൾ അങ്ങനെ അവിടെയും ആശയപരമായിട്ട് അവർ ആ നേതൃത്വത്തോട് ഭിന്നിച്ച് മാറുന്നതാണ് അല്ലേ? അതെ, അവർക്ക് ജയിച്ച MLA എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത MLA അല്ലേ? അവര് അല്ലാതെ ചുമ്മാ വന്നല്ലോ. അവരുടെ അടുത്തേക്ക് ചുമ്മാ ഒരു ചാക്ക് വെട്ടുന്ന കഴിഞ്ഞാൽ ഉടനെ കയറി കൊടുക്കുന്ന നമ്മൾ കേരളത്തിലെ ഒരു MLA ഒന്ന് ആലോചിച്ചു. അതേപോലെയാണല്ലോ അതും സെയിം ആണല്ലോ. ശക്തമായിട്ട് വന്ന AAP. അപ്പോൾ ഞാൻ പറഞ്ഞത് BJP ഒറ്റ കക്ഷി എന്ന നിലയ്ക്ക് അതിവേഗം വളരുകയും സംസ്ഥാനത്തുണ്ടായ കക്ഷികൾ ശിഥിലമാകുകയൊക്കെ ചെയ്യുന്നത് നേരത്തെ നമ്മൾ പിണറായി വിജയനെ സഖാവിനെ കുറിച്ച് പറഞ്ഞ പോലെ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയെയും ആ മന്ത്രിസഭയുടെയും പാർട്ടിയുടെയൊക്കെ ഒരു ലീഡർഷിപ്പ് എന്ന് പറയാൻ പറ്റും. എന്ത് മനസ്സിലായില്ല ഞാൻ പറഞ്ഞു വന്നത്? നേതൃത്വപരമായ മറ്റ് പ്രതിപക്ഷ കക്ഷികൾ, സംസ്ഥാന കക്ഷികൾ തളരുകയും തകരുകയും ചെയ്യുന്നു. അവർ നാമാവശേഷമാകുന്നു. BJP അതിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു, MP-മാരുടെ എണ്ണം വർദ്ധിക്കുന്നു. അതൊക്കെ ആ പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ കരുത്തും കഴിവുമായിട്ട് പറയാൻ പറ്റും. 2011 മറ്റോ ആണ് AAP ഡൽഹിയിൽ ഭരണത്തിൽ വരുന്നത്. അതിനു മുമ്പ് ഷീലാ ദീക്ഷിത് അവിടെ 3 ടൈം 15 പ്രാവശ്യം മത്സരിച്ച കോൺഗ്രസിന്റെ ഷീലാ ദീക്ഷിത്തിന് അപ്പോൾ അവിടെ കിട്ടിയത് 0 മറ്റോ ആണ് കിട്ടിയത്. AAP എന്ന് പറയുന്ന ഒരു പുതിയൊരു പാർട്ടി, അതിന് മുമ്പ് ഭരിച്ചപ്പോൾ തന്നെ അധികം കിട്ടിയില്ല, പക്ഷെ ഉണ്ടാകുമ്പോഴത്തേനും ഭൂരിപക്ഷം കിട്ടി. അപ്പോൾ കോൺഗ്രസ് എന്ന പാർട്ടിയെ നശിപ്പിച്ചിട്ടാണോ AAP ഡൽഹിയിൽ അധികാരത്തിൽ വന്നത്? ആണെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട് നശിച്ചു എന്നുള്ളൊരു ചോദ്യം കൂടെ ചോദിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ഷീലാ ദീക്ഷിത് എന്ന് പറയുന്ന വളരെ പ്രഗത്ഭയായ ഒരു മുഖ്യമന്ത്രി 3 ടൈം അവിടെ ഡൽഹിയിൽ ഭരിച്ചു. അത് കഴിഞ്ഞിട്ട് അവർക്ക് 0, AAP അവിടെ ഭരണത്തിൽ വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിനെ നശിപ്പിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അടുത്ത ചോദ്യം, എന്തുകൊണ്ട് നശിപ്പിച്ചു അല്ലെ എന്തുകൊണ്ട് നശിച്ചു എന്നുള്ള ഒരു ചോദ്യമുണ്ടല്ലോ. സ്വയം അവർ നശിക്കുകയാണ് ചെയ്യുന്നത്, ശ്വാസം നഷ്ടപ്പെടുന്നു. അതെ, ഓക്കെ. അപ്പൊ ഈ പറയുന്നതൊക്കെ ആ ഉദാഹരണം, അത് ആ സമയത്ത് BJP അല്ല അവിടെ ഭരിക്കുന്നത്, മനസ്സിലായി. അന്ന് 2011 മറ്റാണ് അന്ന് കോൺഗ്രസ് കേന്ദ്രത്തിൽ ഭരിക്കുമ്പോൾ ഈ 15 വർഷം ഭരിച്ച ഷീലാ ദീക്ഷിത്തിന്റെ ആ കോൺഗ്രസിനെ ഇല്ലാതാക്കി അല്ലെ ശിഥിലമാക്കി AAP ഡൽഹിയിൽ അധികാരത്തിൽ വന്നപ്പോൾ തീർച്ചയായിട്ടും ശിഥിലമായി. അത് ആര് ശിഥിലമാക്കിയത്? തീർച്ചയായിട്ടും വ്യക്തമാണ്. സമയക്കുറവുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ രാജ്യം തുടർച്ചയായിട്ട് ഇനി BJP തന്നെയായിരിക്കും ഭരിക്കുക എന്ന് പറയുമോ? BJPയുടെ ഭരണമായിരിക്കും ഇനിയുള്ള നാളുകളിൽ ഇന്ത്യയിൽ എന്നാണോ? അത് ഇപ്പോഴത്തെ നമ്മുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി, അദ്ദേഹം ഇന്ത്യയിൽ പല പല പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്തും അദ്ദേഹം എവിടെയാണെന്ന് ആ പാർട്ടിക്കാർ പോലും പറയുന്നില്ല. അപ്പൊ അങ്ങനെ ഉത്തരവാദിത്തമില്ലാത്ത ഒരു പ്രതിപക്ഷമാണ് ഇന്ത്യയിൽ ഉള്ളതെങ്കിൽ ജനങ്ങൾ പിന്നെ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് BJPയുടെ കരുത്തല്ല. BJP അതിൻ്റെ രാഷ്ട്രീയ സംവിധാനങ്ങൾ ശക്തമാക്കുകയും ഭരണ സംവിധാനം കാര്യക്ഷമമാക്കുകയും ചെയ്തുകൊണ്ട് ഭരണത്തിൽ തുടരുമോ എന്നാണ് എൻ്റെ ചോദ്യം. അല്ല, അത് ഒന്ന്, ഈ പ്രതിപക്ഷ നേതാവ് ഈ പല പല പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറയുന്ന സമയത്തും ഇദ്ദേഹം ഇന്ത്യയെ പോലും നിൽക്കാതെ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ ഇത്രയും സ്ട്രോങ് ആയിട്ട് ശക്തിയായിട്ട് നന്നായിട്ടും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിനോട് മുട്ടിയിട്ട് ഒരു കാര്യമില്ല. അതുപോലെ ഞാൻ പോയിട്ട് എവിടെയെങ്കിലും സമാധാനമായിട്ട് കിടന്നുറങ്ങാമെന്ന് ചിന്തിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഇന്ത്യയിൽ ഉള്ളതുകൊണ്ട് അതാണ് സംഭവം. അദ്ദേഹം മാറി നിൽക്കുകയും അദ്ദേഹത്തെ മാറ്റി നിർത്തുകയും ചെയ്ത മാറ്റം. അദ്ദേഹത്തെ ആരും മാറ്റുന്നൊന്നുമല്ല, അദ്ദേഹത്തിനെ മാറ്റി നിർത്തുന്നത്. അദ്ദേഹം ഇന്ത്യ വിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഇവിടെ നിന്ന് ഈ ഗവൺമെന്റിനോട് എന്തെങ്കിലും പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. കാരണം ജനങ്ങൾ അതൊന്നും കേൾക്കുന്നില്ല. ജനങ്ങൾ കേൾക്കുന്നില്ല. കാരണം ജനങ്ങൾക്കിഷ്ടം BJP ആണ്. അല്ല, ഞാൻ പറഞ്ഞ അദ്ദേഹത്തെ മാറ്റുകയോ കോൺഗ്രസ് അദ്ദേഹം മാറുകയോ ചെയ്ത് ശക്തനായ പ്രതിപക്ഷ നേതാവ് വന്നാൽ
വീണ്ടും കോൺഗ്രസ് അധികാരത്തിലേക്ക് വരാൻ പക്ഷെ സാധ്യതയുണ്ടോ? അത് ജനങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ അപ്പോഴും ജനങ്ങൾ നോക്കും, ഇപ്പുറത്ത് ഒരു പ്രതിപക്ഷ നേതാവിനെ മാറ്റി വേറൊരു പ്രതിപക്ഷ നേതാവ് വന്നു എങ്കിൽ ജനങ്ങൾ തീർച്ചയായിട്ടും അത് വാച്ച് ചെയ്യും. അത് വാച്ച് ചെയ്തിട്ട് അപ്പോൾ ആ പ്രതിപക്ഷ നേതാവിൻ്റെ നയങ്ങളും നടപടികളും എല്ലാം വളരെ വളരെ ഇപ്പോഴത്തെ ഭരിക്കുന്ന BJPയുടെ നേതൃത്വത്തെക്കാളും നല്ലതാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ജനങ്ങൾ ചിലപ്പോൾ മാറി ചിന്തിച്ചിരിക്കാം. ശക്തമായ ഒരു പ്രതിപക്ഷം വേണം രാജ്യത്ത്, അത് നല്ലതല്ലേ? അല്ല, ഒരു ജനാധിപത്യത്തിൽ തീർച്ചയായിട്ടും ശക്തമായ ഒരു പ്രതിപക്ഷം വേണം. പ്രതിപക്ഷം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യത്തിൽ ഗവൺമെൻറ് തെറ്റുകൾ പറ്റാമല്ലോ. ഇപ്പോൾ ഒരു ബാങ്കിലാണേലും ഒരു ബാങ്കിൽ മാനേജർ തന്നെയല്ലല്ലോ അവിടെ കണക്കെഴുതുന്ന പരിപാടിയൊന്നും. കൂട്ടുത്തരവാദിത്വമാണ്. അവിടുത്തെ കണക്ക് വേറൊരാളും കൂടെ ചെക്ക് ചെയ്യണം, എല്ലാം കൂട്ടി നോക്കണം. ബാങ്ക് മാനേജർക്കും പുള്ളിക്ക് കണക്കൊക്കെ അറിയാം, പക്ഷെ എന്നാലും വേറൊരാൾ കാരണം തെറ്റ് പറ്റാം. ലോക്കർ പോലും ഒരാൾ തന്നെയല്ല. എന്തുകൊണ്ടാണ് തെറ്റ് പറ്റാം എന്നുള്ളത്? അത് മനുഷ്യ സഹജമാണ്, അതെല്ലായിടത്തും പറ്റാം. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും ഒരു ശക്തമായ പ്രതിപക്ഷം ഉണ്ടെങ്കിലാണ് നല്ല ഭരണമുണ്ടാകും. ഇപ്പോൾ എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ അത് പ്രതിപക്ഷം ശക്തമല്ല എന്നുള്ളത് അവരൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവരിങ്ങനെ കറങ്ങിയെടുക്കുക, ലോകം മുഴുവൻ കറങ്ങിയെടുക്കുകയാണെങ്കിൽ പിന്നെ തെറ്റുകൾ പറ്റാമല്ലോ. സാർ ഈ പുസ്തകങ്ങളൊക്കെ ഇറക്കി എഴുതുമല്ലോ. അപ്പോൾ എനിക്ക് വേണ്ട കേരളം, ഇത് രാജാവ് നഗ്നനാണ്, അവസാനത്തെ സാക്ഷി, ഇതൊക്കെ ഈ എഴുത്ത് സാറിൻ്റെ ഈ പോലീസും കേസും വിവാദവും സർക്കാരൊക്കെ ആ സമയത്താണോ, അതായത് മുമ്പ് എഴുതാറുണ്ടായിരുന്നോ? ഈ ചില പുസ്തകങ്ങൾ കേസിലേക്ക് വന്നു അല്ലേ? ഈ പുസ്തകം ചിലതൊക്കെ ഈ എഴുത്ത് എപ്പോഴാണ് സാറ് അതിൽ ഈ ദേഷ്യം വന്നപ്പോൾ അല്ല വിഷമം വന്നപ്പോൾ ആരംഭിച്ച ഒരു പരിഹാരമാണോ ഈ പുസ്തകം എഴുത്ത്? അല്ലല്ല, ഞാൻ ആദ്യം എഴുതിയ എൻ്റെ ബൃഹത്തായ ഒരു ബുക്ക് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പിയേഴ്സൺ പബ്ലിഷ് ചെയ്ത ഒരു ബുക്കാണ്. അപ്പോൾ ഈ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ബുക്ക് ഇപ്പോൾ ദേഷ്യം വരുമ്പോഴോ സങ്കടം വരുമ്പോഴോ എഴുതാൻ പറ്റുന്ന ഒരു ബുക്കല്ല. അത് 5 വർഷം എടുത്ത് എഴുതിയ ഒരു ബുക്കാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ദേഷ്യം വന്നതുകൊണ്ടോ സങ്കടം വന്നതുകൊണ്ടോ ആ ബുക്ക് എഴുതാൻ പറ്റില്ല. വളരെ കൃത്യമായ പഠനത്തിന്റെ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അത് വളരെ സമയത്തോടെ ചിന്തിച്ച് ക്രിയേറ്റീവായിട്ട് എഴുതാൻ പറ്റുന്നൊരു 5 വർഷം എടുത്തു. പിന്നെ എഴുതിയ ബുക്കാണ് എൻവയോൺമെന്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന പുസ്തകം. അത് പിയേഴ്സൺ പബ്ലിഷ് ചെയ്തൊരു ടെക്സ്റ്റ് ബുക്കാണ്. അതും തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എഴുതാൻ പറ്റുന്ന ഒരു വിഷയം. ഇഷ്ട വിഷയങ്ങളാണ് അതൊക്കെ. എനിക്ക് പരിസ്ഥിതി, എനിക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളെ പറ്റി ഞാൻ കാണുകയും പഠിക്കുകയും അറിയുകയും ചെയ്ത കാര്യങ്ങൾ അത് ബാക്കിയുള്ളവർക്കും കൂടെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഈ ബുക്ക് എന്ന് പറയുന്നത്. എല്ലാവരോടും നമ്മൾ പോയി നേരിട്ട് ഇങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ബുക്കാണെങ്കിൽ പുസ്തകം ഒത്തിരി ലക്ഷക്കണക്കിന് കോപ്പി വിറ്റുപോയി. സാറിനെ കുറിച്ചുള്ള സാറിൻ്റെ കാഴ്ചപ്പാട് പങ്കുവെക്കാൻ കിട്ടുന്ന അവസരമായിരുന്നു. ഇത്തരം സംവാദങ്ങളും സാർ നന്നായിട്ട് ഉപയോഗിക്കുന്നു. എൻ്റെ ചോദ്യം ഇതാണ്, ഇനിയിപ്പോൾ എന്താ എഴുതാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഞാൻ 3 ബുക്കുകൾ പല സ്റ്റേജിലായിട്ട് ഉണ്ട്. അപ്പോൾ അത് ഇപ്പം പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് അത് എങ്ങനെയെന്നൊക്കെ പറഞ്ഞ ഒരു കാര്യം എഴുതുന്നുണ്ട്. തീർച്ചയായിട്ടും എഴുതുന്നുണ്ട്. യാത്രകളുമുണ്ട്. ഇപ്പോൾ നമുക്ക് സർക്കാരിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷം സർക്കാരിൽ നിന്ന് പെർമിഷൻ എടുക്കേണ്ട കാര്യമില്ലല്ലോ, ലീവ് എടുക്കേണ്ട കാര്യമില്ല, ഇഷ്ടമുള്ളതൊക്കെ പോകാമല്ലോ. ശമ്പളവും പെൻഷനും അതിനുള്ളൊക്കെ അതൊക്കെ ഇങ്ങനെ പിണറായി വിജയന് പോയി ഇനി പുതിയ ഗവൺമെന്റ് വന്നപ്പോഴത്തേനും ഇനി അതൊക്കെ അവർക്ക് എന്നോടൊരു ദേഷ്യം തോന്നേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത് നോർമൽ മെറിറ്റിൽ അതൊക്കെ ഇനിയിപ്പം കിട്ടുമായിരിക്കും. റെഗുലർ പെൻഷൻ കിട്ടുന്നില്ലല്ലോ, ഗ്രാറ്റുവിറ്റി കിട്ടിയിട്ടില്ല, അങ്ങനെ പല കാര്യങ്ങളും നടന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇനിയിപ്പം നടക്കുമായിരിക്കും. പുതിയ ഗവൺമെന്റിൽ സാറിന് പ്രത്യാശയുണ്ട്? ഒരുവിധം എല്ലാ ഗവൺമെന്റിലും നമുക്ക് പ്രത്യാശയുണ്ടല്ലോ. സാറിൻ്റെ കാലഘട്ടത്തിൽ കെ കരുണാകരൻ, കെ ആന്റണി, VS അച്യുതാനന്ദൻ അങ്ങനെ വന്ന ഏറ്റവും അവസാനം പുതിയ മുഖ്യമന്ത്രി എത്തുകയാണ്. അവരെക്കുറിച്ചുള്ള സാറിൻ്റെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? ഓരോ കാലഘട്ടത്തിലെ മുഖ്യമന്ത്രിമാരെ കുറിച്ച്. ഇപ്പം ഭരണത്തിലല്ലോ, സാർ സർവീസിലല്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് പറയാമല്ലോ. ഞാൻ വളരെ അടുപ്പത്തിൽ പ്രവർത്തിച്ച ഒരു മുഖ്യമന്ത്രിയാണ് ശ്രീ കെ കരുണാകരൻ. അപ്പോൾ ഞാൻ അദ്ദേഹം പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ എനിക്കൊരു പ്രശ്നമുണ്ടായി. അപ്പോൾ ഞാൻ നേരിട്ട് അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കുറച്ച് കഴിഞ്ഞാൽ വരാൻ പറഞ്ഞു. ക്ലിഫ് ഹൗസിൽ ചെന്നു.
അപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ DYSP റാങ്കിലുള്ള ഒരു പുള്ളി വരാൻ പറഞ്ഞു ചെന്നു ഞാനൊരു കാര്യം പറഞ്ഞു. അപ്പം തന്നെ പെട്ടെന്ന് പുള്ളിക്ക് കാര്യം മനസ്സിലായി, ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ പോകുന്നു, പിന്നെ എനിക്ക് ചെയ്യാം, പിന്നെ അദ്ദേഹം എൻ്റെ കൂടെ നീറ് പോലെ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതാണ് കരുത്തുള്ള ആളായിരുന്നു. പിന്നീട് ഒരിക്കൽ നമ്മുടെ ഈ വാഴക്കുളത്തുള്ള നടുക്കര ഫ്രൂട്ട് പ്രോസസ്സിംഗ് പ്ലാന്റ് ഉണ്ടല്ലോ, ജൈവ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ തറക്കല്ലിടാൻ വേണ്ടിയിട്ട് 93 മറ്റോ ആണ്. അപ്പോൾ അത് യൂറോപ്യൻ യൂണിയൻ ആണ് ഫുള്ളായിട്ട് ഫണ്ട് ചെയ്തിരുന്നത്, ഒരു ടേൺകി പ്രോജക്റ്റായിട്ട്. അതാണ് എൻ്റെ ആദ്യത്തെ അന്താരാഷ്ട്ര ടെൻഡർ ഇട്ടിട്ട് ഇന്റർനാഷണൽ ടെൻഡർ ഇട്ടിട്ട് വന്ന ഒരിതാണ്. അപ്പോൾ അതിൻ്റെ കല്ലിടാൻ വേണ്ടി കരുണാകരൻ ആയിരുന്നു അന്ന് അവിടെ വന്നത്. അപ്പോൾ അന്നും അദ്ദേഹത്തെ വിളിക്കാൻ ഞാൻ പോകുന്നതും അദ്ദേഹം കഴിഞ്ഞ് അവിടെ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. ഇന്ന സമയത്ത് തന്നെ വന്നതിന് മുമ്പ് എന്നെ ഫോണിൽ വിളിച്ച് ഇങ്ങനെ ഞാൻ എത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ പറഞ്ഞു. അതിനുശേഷം ഇങ്ങനെ ഉഷാറായല്ലോ എന്ന് പോകുന്ന സമയത്ത് എന്നോട് ചോദിക്കുമ്പോൾ അപ്പോൾ അത്ര ഒരു ഞാൻ വളരെ ജൂനിയർ ഉദ്യോഗസ്ഥനാണ്, SP റാങ്കാൻ പറ്റും. മനസ്സിൽ നല്ലൊരു സ്ഥാനമുണ്ട് അദ്ദേഹത്തിന്. അതിനുശേഷം വീണ്ടും അദ്ദേഹത്തിന് സ്ഥാനമില്ലാത്ത സമയത്ത് ഒരു ദിവസം സോണിയാഗാന്ധി ഇവിടെ വന്ന സമയത്ത് ഈ മറൈൻ ഡ്രൈവിൽ മറ്റോ വന്നു. അന്ന് ഞാൻ കമ്മീഷനാണെന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം എവിടെ വന്നിട്ട് എന്നെ വിളിച്ചു, ഫോണിൽ വിളിച്ചു. അപ്പോൾ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഓക്കെ ആണല്ലോ അല്ലേ. അദ്ദേഹം മുഖ്യമന്ത്രി ഒന്നുമല്ല, എന്നാൽ എന്നെ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് ചോദിക്കുന്നു. അപ്പം അതൊരു വ്യക്തിപരമായ അടുപ്പം. ഒരു ഞാൻ വളരെ ജൂനിയർ ഓഫീസറാണ്, എന്നിട്ട് പോലും ആ സമയം നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രഹിക്കുകയും അതുപോലെ തന്നെ ചെയ്തു തരുന്ന വളരെ നല്ല എനിക്ക് ഇഷ്ടമുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു. അതിനുശേഷം നയനാർ മുഖ്യമന്ത്രിയായി. ആ സമയത്ത് ഞാനിവിടെ കമ്മീഷണറാണ്, പോലീസ് കമ്മീഷണറായിരുന്നു. അതും അന്നയുടെ രാമവർമ്മ ക്ലബ്ബ് റെയ്ഡ് നടത്തി കഴിയുമ്പോഴത്തേനും ഇവിടെയുള്ള കുറേ വലിയ വലിയ ദൈവമാരെല്ലാം കൂടെ അദ്ദേഹത്തിന് അടുത്ത് പോയി ഇദ്ദേഹത്തെ ഇപ്പം മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെയാണല്ലോ നോർമലി. അപ്പം പുള്ളി പറഞ്ഞു പുള്ളി ചെയ്തത് നല്ല കാര്യമാണ്, നിങ്ങളുടെ മദ്യപാനവും ചീട്ടുകളിയൊക്കെ ആയിരുന്നല്ലോ, അപ്പോൾ അത് നല്ല കാര്യമാണ്, നിങ്ങൾ വേറെ വല്ല പണി നോക്കുന്നു പറഞ്ഞാൽ അവർ ഓടിച്ചു വിട്ടു. അപ്പം നയനാർ എനിക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. അതേ ഒരു നീതിമാനായ മുഖ്യമന്ത്രി എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ മാന്യമായ മനുഷ്യത്വമുള്ള, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ മാനിക്കുന്ന മനുഷ്യത്വമുള്ള. ഞാൻ വീണ്ടും ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ശാശ്വതീകാനന്ദ ഞാൻ ക്രൈംബ്രാഞ്ചിൽ DIG ഇൻചാർജായിട്ട്, സെൻട്രൽ റേഞ്ചിന് DIG ഇൻചാർജായിട്ട് വർക്ക് ചെയ്യുമ്പം സ്വാമി ശാശ്വതീകാനന്ദ, അതെ, അദ്ദേഹത്തിനെതിരെയുള്ള കുറേ കേസുകൾ അന്വേഷിച്ചിട്ട് അപ്പം അതിൽ തെളിവുകളുണ്ട്. അപ്പോൾ അത് കുറേ നൂലാമാലകളും കുറേ പൈസ ആലുവയിൽ മരണപ്പെട്ടത് ഇനി കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എൻ്റെ അന്വേഷണം അദ്ദേഹത്തിന് അനുകൂലമല്ലാത്ത വിധത്തിൽ ആണ് എനിക്ക് തെളിവുകൾ കിട്ടുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഒരു DYSP ഉണ്ടായിരുന്നു കൃത്യമായി അന്വേഷിക്കാൻ വേണ്ടി. നമ്മൾ പിന്നെ കൊല്ലം, ശിവഗിരി ഇങ്ങനെ പല പല സ്ഥലത്തൊക്കെ നടന്നിങ്ങനെ അന്വേഷിച്ച്, അപ്പോൾ ഇതിൽ ഇദ്ദേഹത്തെ കുറ്റക്കാരൻ എന്നുള്ള ഇതിൽ വരുമ്പോഴത്തേക്കും അപ്പം ഇദ്ദേഹം വിളിപ്പിച്ചെന്നെ മുഖ്യമന്ത്രി നയനാരാണ്. അന്നത്തെ DGP ഉണ്ട്, CA ചാലി എന്ന് പറയുന്ന, ചാലി സാർ നമ്മൾ പറയുന്നത്. അപ്പോൾ അദ്ദേഹം DGPയും ഞാനും ഞങ്ങൾ രണ്ടുപേരും ഏകദേശം കുറേ അധികം മണിക്കൂറുള്ള ഞങ്ങൾ ഇരുന്ന് കട്ടൻ ചായം കുടിച്ചിരിക്കും. അപ്പോൾ പുള്ളി എന്നോട് ഇദ്ദേഹത്തെ രക്ഷിക്കണമെന്ന് പറയും, ഞാൻ പറയും പറ്റില്ല എന്ന് പറയും, തെളിവുകളെന്ന് പറയും. പക്ഷെ അവസാനം പുള്ളി നമ്മുടെ ഇഷ്ടത്തിന് വിട്ടു. ഒരു ഇന്നത് ചെയ്യണമെന്ന് അങ്ങനെ ഒരു ആജ്ഞാപിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഓർഡർ ഇടുകയോ ഒന്നുമില്ല. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വയ്ക്കുമോ. അതേസമയം പുള്ളി ട്രൈ ചെയ്തു, താല്പര്യം പറയും, താല്പര്യം പറഞ്ഞു. അത് അവസാനം നമ്മുടെ ഇഷ്ടം പോലെ എന്താണ് എഴുതേണ്ടത് അതുപോലെ എഴുതിക്കോ. സത്യസന്ധതയ്ക്ക് ഒരു വില നൽകിയ ഒരു മുഖ്യമന്ത്രി ആയിരുന്നു നയനാർ. കേസ് അങ്ങനെയാണോ ഫയൽ പോയത്? അതെ, അങ്ങനെ തന്നെ നമുക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഗവൺമെന്റിൽ പോയി ഗവൺമെന്റ് അതിന്റെ വഴിക്കൊക്കെ ചെയ്തു എന്നുള്ള വേറൊരു കാര്യം. അത് നമ്മളെ ബാധിക്കുന്നല്ലോ. VS അതിനിടയ്ക്ക് A. ആന്റണി, സയൻസ് ആൻഡ് ടെക്നോളജി അങ്ങനെയൊക്കെ ആയിരുന്നു. ഡയറക്റ്റ് എനിക്ക് വലിയ ബന്ധം. ഒരിക്കൽ ഫോർമലി കാണാൻ പോയി A. ആന്റണി, അത്രേ ഉള്ളൂ. ഒരു ഓഫീസറെ കാണാൻ പോകുന്ന അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു. മകൻ BJP-യിലാണ് ഇപ്പോൾ. അത് ഇപ്പോൾ ഒരു മുൻ മുഖ്യമന്ത്രി, 3 പ്രാവശ്യം മുഖ്യമന്ത്രി, കേന്ദ്രത്തിലെ ഡിഫൻസിന്റെ ഒരു മന്ത്രിയായിട്ട് 10 വർഷമൊക്കെ ഇരുന്ന ഒരാളുടെ മകന് കൂടുതൽ വിലയുണ്ടല്ലോ. അത് A. ആന്റണിയുടെ മകൻ എന്നുള്ള ഒരു വില. ഇപ്പം കരുണാകരന്റെ മകളും ഇതുപോലെ BJP-യിലുണ്ടല്ലോ. അങ്ങനെ പലരും ഉണ്ട്. അതുപോലെ PC ജോർജിന്റെ മകനുണ്ടല്ലോ BJP-യിൽ, രണ്ടുപേരും BJP-യിലാണ്. അതെ, അങ്ങനെ പലരും BJP-യിലുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത് പ്രവർത്തിക്കേണ്ടി വന്നിട്ടില്ല. ഇല്ല, അത്ര ഒരു ഡയറക്റ്റ് ഇന്ററാക്ഷൻ സംസാരിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ല, അതിൻ്റെ അപ്പുറത്തേക്കില്ല. പിന്നീട് അച്യുതാനന്ദൻ വന്നപ്പോൾ ഇപ്പം ഞാൻ ആ മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ നീണ്ടകരയിൽ സ്ഥാപിക്കുന്നതിൻ്റെ കല്ലിടാൻ വേണ്ടി അച്യുതാനന്ദനാണ് വന്നത്.
തുറമുഖ വകുപ്പിൻ്റെ ഒരു പുതിയ ഓഫീസ് കെട്ടിടം വലിയതുറ പണിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ കല്ലിടാൻ വേണ്ടിയിട്ട്. കാരണം അതിന് മുമ്പ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എം വി രാഘവൻ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് പോലും കല്ലിടാൻ പോയപ്പോൾ നാട്ടുകാരെല്ലാം കൂടെ എതിർത്തിരുന്നു. അപ്പോൾ ഞാൻ വളരെ ഇതെടുത്തിട്ട് അപ്പോൾ അദ്ദേഹം അവിടെ വന്നു, അതിൻ്റെ കല്ലിടാൻ വന്നു. അങ്ങനെ പല, അതുപോലെ അങ്കമാലിയിൽ KSRTC ബസ് സ്റ്റാൻഡിൽ ഒരു ഇത് പണിതല്ലോ, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിതപ്പം അത് ഞാൻ KTDFC MD ആയിരുന്നു, കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെൻറ്റ് ഫിനാൻസ്. അപ്പോൾ അത് KTDFC ആണ് ഫണ്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കല്ലിടാൻ വേണ്ടി, അപ്പോൾ ഞാൻ അതിൻ്റെ MD ആണ്. അപ്പോൾ അതിൻ്റെ കല്ലിടാൻ വേണ്ടി വന്നു. അപ്പോൾ ഞാനാണ് സ്വാഗതം പറയും, അങ്ങനെ എന്തോ ഞാൻ സുഹൃത്തുക്കളായിരുന്നു അല്ലേ? അച്യുതാനന്ദൻ വളരെ നല്ല മിനിസ്റ്ററാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള, അന്ന് പരിസ്ഥിതിയെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് എനിക്ക് വളരെ വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ അഴിമതിക്കെതിരായിരുന്നു അദ്ദേഹം. വളരെ ശുദ്ധമായ നല്ലതായ ഒരു ഭരണം വേണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു. ഞാൻ പല പല ചടങ്ങുകളിൽ ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കാൻ പോവുകയും അദ്ദേഹം അതിന് വരികയും അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് സ്റ്റേജ് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രാക്ഷൻസ് പല ഇഷ്ടം മനസ്സിൽ ഇപ്പോഴും നല്ല സ്ഥാനം, ഇപ്പോഴും വളരെ വലിയൊരു സ്ഥാനം ഞാൻ നൽകുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ശ്രീ BS അച്യുതാനന്ദൻ. ഉമ്മൻചാണ്ടിയിലേക്ക് വരുന്നത്. ഉമ്മൻചാണ്ടിയെ പറ്റി ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞല്ലോ. ഞാൻ അദ്ദേഹത്തിന് ആദ്യത്തെ സമയത്താണ് ഞാൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നെല്ല് സംഭരണ പരിപാടി തുടങ്ങുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ലീഡർഷിപ്പ് അതിലുണ്ട്. അത് നല്ല ലീഡർഷിപ്പായിരുന്നു. ആദ്യം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അത് കൃഷിക്കാർക്ക് വേണ്ടി ഇത് ചെയ്യണം. കാരണം അദ്ദേഹത്തിൻ്റെ കുമരകവും ആ ഏരിയയിലൊക്കെ കൃഷിക്കാർ കഷ്ടപ്പെടുന്നതുകൊണ്ടും പിന്നെ കുട്ടനാട്ടിലെയും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അത് ഞാൻ ഭംഗിയായിട്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ സപ്പോർട്ട് അതിലുണ്ടായിരുന്നു. അതിനുശേഷമുള്ള കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ പൂർണ്ണ സപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് അടൂർ പ്രകാശ് ആയിരുന്നു എൻ്റെ മന്ത്രി, സിവിൽ സപ്ലൈസിൻ്റെ മന്ത്രി. അപ്പം മുഖ്യമന്ത്രിയായിട്ട് അധികം ഇടപെടേണ്ട കാര്യങ്ങൾ അന്നില്ല. നെല്ല് സംഭരണമായിട്ടാണ് കൂടുതലും അന്ന് ഇടപെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ ടൈമിൽ വന്നപ്പോഴാണ് നമ്മുടെ ഈ പാറ്റൂർ കേസും ബാർ കേസും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട്. മുന്നണി സംവിധാനത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് പലരോടും ഉള്ള അടുപ്പവും സ്നേഹവും ഒക്കെ വന്ന് അദ്ദേഹത്തിന് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അവരോടൊക്കെ അത് ഞാൻ അംഗീകരിക്കത്തില്ല. കാരണം അന്നത്തെ ബാർ കേസിൽ ബാർ അസോസിയേഷൻ്റെ ഒരു മിനിറ്റ്സ് ബുക്കുണ്ട്. അപ്പോൾ ഈ ബാറിൻ്റെ ഭാരവാഹികൾ അവർ മീറ്റിംഗ് കൂടുമല്ലോ മാസത്തിലൊന്നും, അങ്ങനെ കൂടും. അപ്പോൾ അതിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഈ ഉള്ള പോലെ എഴുതും. അതെ, ഉള്ള പോലെ ഏകദേശം അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന എന്താണെങ്കിലും നാട്ടുകാർ കാണുമെന്നെങ്കിലും അവർക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എല്ലാ കാര്യം എഴുതിയില്ലെങ്കിലും കുറേ എഴുതിയിട്ടുണ്ട്. എഴുതിയിട്ടുള്ള കള്ളത്തരമല്ല. അപ്പോൾ അതിലൊരു കാര്യം ഈ ബാറിൻ്റെ ആ ഒരു വിഷയമുണ്ട്, എന്താ ഫീസ് കൂട്ടുക എന്നുള്ളത്. അന്നത്തെ 22 ലക്ഷം മറ്റായിരുന്നത് പിന്നെ 30 ആക്കാൻ കൂട്ടുക, അങ്ങനെ കഴിഞ്ഞിട്ട് ഇത് കുറയ്ക്കുക, അതൊക്കെയാണല്ലോ അവരുടെ രീതി, ഇങ്ങനെ പൈസ വാങ്ങിക്കാനുള്ളത്. അപ്പം മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇവർ ചെന്നപ്പോഴത്തേനും പറഞ്ഞു മാണിയും കാണണം കുഞ്ഞാലിക്കുട്ടിയും കാണണം എന്ന് പറഞ്ഞു. അപ്പം കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്ത് ഇവർ പോയി. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഈ മദ്യത്തിൻ്റെ പൈസ നമുക്ക് വേണ്ട, നമുക്ക് ഹറാമാണ്. അപ്പം നമ്മൾ ഒരു പൈസയും നമുക്ക് വേണ്ട, നമ്മൾ ഇതുമായിട്ടൊരു ബന്ധമില്ല, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോ എന്ന് പറഞ്ഞ് വിട്ടു. ഇടപെട്ടിട്ടേ ഇല്ല, ഒരു പൈസയും വാങ്ങിച്ചില്ല. അപ്പം മുന്നണിയിലൂടെ എന്തോ വ്യവസായ വകുപ്പ് മന്ത്രി വ്യവസായ വകുപ്പ് മന്ത്രി മുസ്ലിം ലീഗിന്റെ. അതെ. അപ്പം അന്ന് കുഞ്ഞാലിക്കുട്ടി അതിന് ഒരു സപ്പോർട്ടും ചെയ്തില്ല, അതിനെപ്പറ്റി ഒന്നും ചെയ്തില്ല. നമ്മൾ ഇതുമായിട്ടൊരു ബന്ധവുമില്ല, മദ്യമായിട്ട് നമുക്കൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ഓടിച്ചു വിട്ടു എന്ന് പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ വിട്ടു. അതവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം KM മാണിയുടെ അടുത്ത് അങ്ങനെ അല്ല, കൊണ്ടുപോവാ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. അപ്പം അതേ മുന്നണിയിലെ തന്നെ മുസ്ലിം ലീഗ് ഒരു പ്രശ്നമില്ലല്ലോ, പിന്നെ എന്തിനാ അതിന് വീഴാൻ പോന്നേ? അപ്പൊ മുന്നണിക്ക് വേണ്ടി ഒപ്പിച്ചുകൊണ്ടുപോയെന്ന് പറയുന്നത് ശരിയല്ല എന്ന് ഞാൻ പറയുന്നത്. K. ബാബുവാണ് എക്സൈസ് വകുപ്പ് മന്ത്രി. അതെ. അപ്പോൾ അത്തരം 164 സ്റ്റേറ്റ്മെന്റ് ബിജു രമേശിന്റെ അത് കോടതിയിലെ റെക്കോർഡിൽ ഇന്നും ഉണ്ടാവുമല്ലോ. അത് ആർക്കും വാങ്ങിച്ചു നോക്കാവുന്നേ ഉള്ളൂ. KM മാണി വാങ്ങിച്ച പൈസയെ പറ്റിയും K. ബാബു വാങ്ങിച്ച പൈസയെ പറ്റിയൊക്കെ ബിജു രമേശ് 164 സ്റ്റേറ്റ്മെന്റ് മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊടുത്തിട്ടുണ്ടല്ലോ. അത് കോടതി പബ്ലിക് ഡോക്യുമെന്റ് അല്ലേ? എല്ലാവർക്കും ഒഴിഞ്ഞു പറയാൻ പറ്റില്ല. 164 സ്റ്റേറ്റ്മെന്റ് മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? ആ നടപടിക്രമങ്ങളിലാണ് സാറ് ഫോളോ ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോയത്. അതെ. മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് മജിസ്ട്രേറ്റ് അത് കോപ്പി ചെയ്ത് നമുക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നടപടി എടുക്കണ്ടേ? ഓക്കെ. അപ്പോൾ അങ്ങനെ ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ പിന്നെ വന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയനെ ഇപ്പം നാട്ടുകാർക്കൊക്കെ അറിയാമല്ലോ. അങ്ങേക്ക് മനസ്സിലേറ്റ സ്നേഹമുള്ള ആളാണെന്ന് ഞാൻ പറഞ്ഞാൽ, എൻ്റെ മനസ്സിൽ എല്ലാ ദിവസവും ഓർക്കുന്ന ഒരാളാണ്
ഇല്ല അങ്ങനെ ഓർക്കുന്നില്ല. ഇപ്പോൾ ഓർക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി അല്ലല്ലോ. നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രിയെ മാത്രമല്ലേ എപ്പോഴും ഓർക്കേണ്ടതുള്ളൂ. വി ഡി സതീശനാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. അതെ, അദ്ദേഹത്തിൽ ഒരു പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ 2010 തുടങ്ങിയ, അന്ന് ഭരണാനുമതി കിട്ടിയ, കുറേ പരിപാടികൾ ചെയ്ത കോസ്റ്റൽ ഷിപ്പിംഗ് പദ്ധതി ഇൻറ്റിഗ്രേറ്റഡ് വിത്ത് ഇൻലാൻഡ് നാവിഗേഷൻ, അദ്ദേഹം അത് ഒരു പ്രയോറിറ്റിയിൽ ചെയ്യും, അദ്ദേഹത്തിൻ്റെ ഒരു മുൻഗണനയിലുള്ളൊരു കാര്യമാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു വളരെ ശുഭാപ്തി വിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. കേരളത്തിന് ആവശ്യമുള്ളൊരു വികസനമാണ് അത്. ടൂറിസവും ഒക്കെ തൊഴിൽ നൽകുന്ന കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. രണ്ടാമത്, അദ്ദേഹം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ഒരു ഉടച്ചുവാർക്കും, പുറത്തുള്ള അതേ നിലവാരത്തിലേക്ക് എത്തിക്കും. ഒത്തിരി പേര് വിദേശത്തേക്ക് പോവുകയാണ്. ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാകാത്ത ഒരു ലെവലിലേക്ക് നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിൽ എത്തിക്കുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രയോറിറ്റി, അതും ഒരു നല്ല കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും. മൂന്നാമത്, ഈ വയോജന വകുപ്പ്. കാരണം കേരളത്തിൽ ജപ്പാൻ പോലെ കുറേയധികം സീനിയർ സിറ്റിസൺസ് കുറേയധികം കാലം ലോഞ്ചിവിറ്റി കൊണ്ടാണ്, നല്ല കാര്യമാണ്. പക്ഷേ അത് അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമല്ലോ. കാരണം പിള്ളേർ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ പേരൻസ് ഇവിടെ തന്നെ താമസിക്കുന്ന സെക്യൂരിറ്റി, അവരുടെ കെയറിൻ്റെ പ്രശ്നം, അങ്ങനെ കുറേ വിഷയങ്ങൾ. അപ്പോൾ അതിനൊരു പ്രത്യേക വകുപ്പും പരിപാടികളും ഒക്കെ തുടങ്ങുമെന്ന് പറയുന്നത് കേരളത്തിന് ആവശ്യമുള്ള വളരെ കാലോചിതമായ ഒരു പ്രയോറിറ്റി തീരുമാനം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കാർഷിക മേഖലയിലെ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചില്ല ഇതുവരെ. എന്നാലും പല നീക്കങ്ങളും അവർ നടത്തുന്നുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഇതുവരെ അതിനെപ്പറ്റി. എന്തായാലും പുതിയ കേരള സർക്കാർ വലിയൊരു മാറ്റത്തിൻ്റെ സൂചന നൽകി. അവർ ഒരു വികസിത കേരളത്തിൽ മുന്നോട്ട് പോകും. ആ സമയത്ത് 3 MLA BJPക്ക് ഉണ്ട്. വ്യക്തിപരമായി സാറിന് വി ഡി സതീശനുമായിട്ട് സാറ് കടന്നു പോകുന്ന വകുപ്പുകളിൽ ചെയ്തു വെച്ച നന്മകൾ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയുവാൻ കിട്ടുന്നൊരവസരം വിനിയോഗിക്കും. തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നു. അത് ഏത് മുഖ്യമന്ത്രിയാണേലും മന്ത്രിയാണേലും നമുക്ക് നമ്മളുടെ സംസ്ഥാനത്തിന് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അവർ ഉള്ള പൂർണ്ണ പിന്തുണയും നമ്മൾ നൽകാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടല്ലോ. സംസ്ഥാനത്തിനുള്ള ഉന്നതിക്ക് വേണ്ടി ചെയ്യുന്ന ഉത്തരവാദിത്വം രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യുന്നതൊക്കെ ഒന്നാണല്ലോ. അതെ. അപ്പോൾ കേരളത്തിൻ്റെ ആ വികസന മുന്നേറ്റത്തിൽ സാറിൻ്റെ വ്യക്തിപരമായ അഭിപ്രായവും നിർദ്ദേശങ്ങളും പുതിയ മുഖ്യമന്ത്രിയെ അറിയിക്കുവാനും കിട്ടുന്ന അവസരം വിനിയോഗിക്കും. തീർച്ചയായിട്ടും. എന്തായാലും സന്തോഷം. നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റിയില്ല. എന്നാലും നമ്മൾ ചില മേഖലകളിലൂടെയൊക്കെ കടന്നു പോവുകയായിരുന്നു. എന്തായാലും അങ്ങയുടെ സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് യോജിച്ച വിധത്തിൽ BJP പ്രവർത്തന സാഹചര്യങ്ങൾ ഒരുക്കട്ടെ എന്നും, അല്ലെങ്കിൽ വളരെ ആദരവോടെ സ്നേഹത്തോടെ പറഞ്ഞ RSS പ്രസ്ഥാനം എന്താ പറയുക, ശക്തവും വ്യക്തമായി പ്രവർത്തിച്ച ഒരു പോലീസ് മുൻ ഉദ്യോഗസ്ഥനെ ദേശീയ തലത്തിൽ അല്ലെ കേരളത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങളിൽ, സേവന പ്രവർത്തനങ്ങളിൽ, സാമൂഹ്യ മുന്നേറ്റത്തിൽ അവർ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കട്ടെ എന്നും, സാറിൻ്റെ വിശ്വാസാധിഷ്ഠിതമായ ജീവിതം സമൂഹത്തിനും ഏറെ നന്മകൾ പ്രദാനം ചെയ്യട്ടെ എന്നും ആശംസിക്കുന്നു. സാറിൻ്റെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ആശംസകൾ. താങ്ക് യു.